കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ. മകനെന്നറിയും കുന്തി കണ്ണീരു കുടിക്കുന്നു കണ്ണീരു കുടിക്കുന്നു. ദ്രൗപദി ഇന്നും പ്രാർത്ഥിക്കുന്നു ദ്രൗപദി ഇന്നും പ്രാർത്ഥിക്കുന്നു. കൃഷ്ണ നീ എവിടെ കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ. അഹന്ത ഇന്നും സിംഹാസനത്തിൽ അർജുനനോ കാട്ടിൽ അർജുനനോ കാട്ടിൽ. സത്യത്തിനിന്നും ശരശയ മാത്രം സത്യത്തിനിന്നും ശരശയ മാത്രം. കൃഷ്ണ നീ എവിടെ കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ യുഗേ. ഓ സൂപ്പർ. ഞാൻ അങ്ങോട്ട് വരുവാ. അയ്യോ ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ. അങ്ങനെ ദാ മെബൂട്ടന്റെ പാട്ട് കേട്ട് ഇഷ്ടപ്പെട്ട് മഞ്ജരി ചേച്ചി ദാ ഫ്ലോറിലേക്ക് എത്തിയിരിക്കും. ഇഷ്ടപ്പെടാന്നല്ല, ഏതോ വേറൊരു ലെവലിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത്. അത്ര മനോഹരമായിരുന്നു. ഇതിങ്ങനെ വാരി വെതറാന്ന് പറയില്ലേ, സംഗതികളൊക്കെ ഇങ്ങനെ പോന്നിടത്തൊക്കെ സംഗതി ഇടുന്നു. പക്ഷെ ആ സംഗതി ഇടുന്ന സമയത്ത് ആ കോൺഫിഡൻസ് മാത്രമല്ല ശ്രുതിശുദ്ധമായിരുന്നു. എന്ത് പാടുമ്പോഴും ആള് കോൺഫിഡൻസ്, എന്തോ ദൈവം ഇന്ന് വന്ന് കനിഞ്ഞ് അനുഗ്രഹിച്ച പോലെ എനിക്ക് തോന്നിയത്. കൃഷ്ണ നീ എവിടെ എന്നൊക്കെ ശരിക്കും എനിക്ക് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഗൂസ് ബംസ് ഒക്കെ വന്നു. അത്ര മനോഹരായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടിപൊളി. അച്ഛനും അമ്മയ്ക്കും ക്രെഡിറ്റ്. നല്ലൊരു മോൻ അസലായിട്ട് പാടുന്നുണ്ട്. ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ. എന്താ പറയാ, ഇനി ഞാൻ അവിടെ ചെന്നിരിക്കാം. അതിന്റെ ഇടയിൽ ഒരു ലൈന് പാടിയിട്ട് ഒരാളോ അങ്ങോട്ട് നോക്കി നമ്മുടെ അഹന്ത ഇന്നും സിംഹാസനത്തിൽ ഇരിക്കുന്നു ശരത് സാറിന്റെ നോട്ടെ പാവ അറിയാണ്ട് നോക്കിയതാ. പക്ഷേ ചക്കര. ഗോഡ് ബ്ലെസ് യു. മക്കളെ മെബിനെ, എന്താ സർ മോനെ, ഈ എന്താ പറയണ്ടേ ദൈവാധീനം എന്ന് പറയുന്നത് അത് ഇതാണ് ആ ഒരു 5 നിമിഷം. അത് ഏത് ദൈവമാണെങ്കിലും നിന്റെ കൂടെ, നീ കണ്ണാന്ന് വിളിച്ചപ്പോൾ സത്യത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് കണ്ണൻ ഇവിടെ ഓടി വന്ന് കാണും എന്നെ രക്ഷിക്കാൻ. കാര്യം ഈ ചൂതാട്ടം അതൊക്കെ മോനെ അറിഞ്ഞൂടെ എന്താണ് ആ സ്റ്റോറി അറിയാമോ മോന്? കാര്യം കൗരവരോട് ഇടയ്ക്ക് പോയി അവരൊക്കെ തമാശ കളിച്ചല്ല, കുട്ടിയും കൊന്നും കളിച്ചല്ല, ചൂത് കളിക്കുമ്പോ എന്തെങ്കിലും വെക്കണം. അവരെല്ലാ രാജ്യങ്ങളും പണയം വെച്ചു, അവസാനം വെക്കാനൊന്നുമില്ല. അവസാനം ദ്രൗപദിയെ തന്നെ പണയം വെച്ചു. എല്ലാരെയും പണയം വെച്ചു. പിന്നെ അവരെ ആർക്കും വേണ്ടാതായി. പിന്നെ ദ്രൗപദിയും കൂടെ വെച്ച് ആടിയപ്പോൾ അവര് തോറ്റും പോയി. അപ്പൊ ഈ അപ്പുറത്ത് നിൽക്കുന്നവര് ക്രൂരന്മാരല്ലേ,
അപ്പോൾ അവരൊരു സ്ത്രീ വന്നപ്പോൾ ഇത്രയും ആണുങ്ങളുടെ ഇടയിൽ അവർ അവിടെ വസ്ത്രാക്ഷേപം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സാരി അഴിക്കാൻ തുടങ്ങി. അപ്പോൾ ദ്രൗപദി കൃഷ്ണ എന്ന് വിളിച്ച്, അപ്പോൾ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട ഒരു യമുമാർ എത്ര അഴിച്ചിട്ടും അഴിക്കാൻ പറ്റാത്ത ഒരു സാരിയാക്കി കൊടുത്തു. അത് ആപൽ ബാന്ധവൻ എന്ന് കൃഷ്ണനെ പറയുന്നത്. അല്ല മക്കൾ കൃഷ്ണ എന്ന് വിളിച്ചാൽ നിനക്ക് ഇങ്ങനെ തലേ കൈവച്ച് അനുഗ്രഹിച്ചു. അതുകൊണ്ടാണ് അസാധ്യമായിട്ട് പാടിയത്, ബ്യൂട്ടിഫുള്ളായിട്ട് പാടി. അതൊരു എന്താ പറയണ്ട, ഒരു നിനക്ക് ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി ആദ്യത്തെ പാടി എന്നുള്ളതിന് മാത്രമേ ഉള്ള എത്ര ക്ലാരിറ്റി പാടിയിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ കർണന്റെ കാര്യം കർണനെ അങ്ങ് മറന്ന് എങ്ങനെ എന്ത് പറ്റിയടാ? ഹൗക്കം എന്ത് കർണനെ ഇഷ്ടമല്ലേ മക്കൾക്ക്? കർണനെ ഇഷ്ടമാണോ? ഇഷ്ടാണ്. കൂടെ പഠിച്ചതാണോ? അല്ലല്ല. പിന്നെ എന്താ പറ്റിയ ആ സമയത്ത്? അല്ല കർണനെ മറന്നുപോയി പാറു. മനുഷ്യനല്ലേ, അത് സ്വാഭാവികം, അതൊരു തെറ്റല്ല മോനെ. പക്ഷെ എന്നാലും നിങ്ങൾ കുഞ്ഞുങ്ങൾ അതങ്ങനെ മറക്കരുത് കേട്ടോ. കാര്യം ഇത് പ്രത്യേകിച്ച് കർണൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്. മോനൊരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കർണൻ തമിഴ് മൂവി ഫുള്ളൊന്ന് എടുത്ത് കാണുക. അടുത്ത ഷെഡ്യൂൾ വരുമ്പോൾ എൻ്റെ അടുത്ത് പറയണം. മ്യൂസിക്കലി വെരി റിച്ച്. പിന്നെ ശിവാജി സാറാണ് അഭിനയിച്ചേക്കുന്നത് കർണനായിട്ട്, അതും ഒന്ന് കണ്ടു നോക്കും. വണ്ടർഫുൾ മൂവി, ഞാൻ ചുമ്മാ പറയത്തില്ല കേട്ടോ. എന്തൊക്കെയാലും മക്കളെ ചക്കരെ പഞ്ചാരെ, നീ കർണനെ മറന്നാലും ഐ ലവ് യുടാ. ആസാദ്യമായിട്ട് പാടി, ആസാദ്യമായിട്ട് പാടി കേട്ടോ. കാര്യം ആ സംഗതിക്കൊക്കെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു നീ പാടി, അതാണ് ഒരു ഐശ്വര്യം. ഞാനിങ്ങനെ ഓരോ എനിക്ക് ഇഷ്ടപ്പെടുന്ന വേർഡിനൊക്കെ ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇങ്ങനെ കുറേ എല്ലാം ടിക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കയ്യിൽ നിന്ന് പോയിട്ട് വേറെ ലെവലിലേക്ക് നമ്മളെ കൊണ്ടുപോയി മെബിൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശരശയ്യ മാത്രം എന്ന് പറഞ്ഞ അങ്ങനെ കൃഷ്ണ ജോയിൻ ചെയ്തത് ഭയങ്കര ഗൂസ് ബംസും പ്രതീക്ഷിച്ചില്ല. ആ ഗ്ലൈഡിൽ കൊണ്ട് അങ്ങനെ കൃഷ്ണ ജോയിൻ ചെയ്യുന്നത് അത് വേറൊരു തലത്തിലേക്ക് കേൾക്കുന്ന നമ്മളെല്ലാവരും കൊണ്ടുപോയി. അത് മാത്രമല്ല കുറേ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ സ്പെഷ്യലി അത് എടുത്ത് പറഞ്ഞാണ്. ഇതിക്കുള്ളൊന്നും പറയാനില്ല, ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും നല്ല അനുഗ്രഹമുള്ള മോനാണ്. എന്തായാലും കൃഷ്ണൻ എൻ്റെ കൂടെ അവിടെ വന്ന് നിന്നിട്ടുണ്ട്. അടിപൊളി കമന്റ്സ്. ചേച്ചി ദാ സ്റ്റേജിൽ വന്നിട്ടാണ് അപ്രീസിയേഷൻ തന്നത്. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. എക്സൈറ്റഡ്? ഓക്കേ ശരത് സർ, മക്കൾക്ക് മാർക്ക് തരട്ടെ. നിനക്ക് എന്റെ മാർക്കാണോ അറിയേണ്ടത്, അതോ ഞാൻ രഞ്ജിന്റെ മാർക്ക് പറഞ്ഞാൽ മതിയോ? അല്ല എങ്ങനെ നിന്റെ ആഗ്രഹം പോലെ പിന്നെ അങ്ങനെയൊക്കെ ഇപ്പൊ അല്ലെ ഞാൻ മഞ്ചരിയുടെ പറഞ്ഞാൽ മതിയോ? ധാരണയിലെത്തി. അല്ല ഞങ്ങൾ എത്തിയ ഒരു ധാരണ ഇപ്പോഴും എത്തി. അത് ഞാൻ ചോദിക്കുന്ന ചോദിച്ചാൽ ഞാൻ രഞ്ജിന്റെ മാർക്ക് പറയണോ, മഞ്ചരിയുടെ മാർക്ക് പറയണോ, അതോ എന്റെ മാർക്ക് പറയണോ, അതോ ഞങ്ങളുടെ മാർക്ക് പറയണോ? അവനവന്റെ മാർക്ക് പറയുന്നതല്ലേ നല്ലത്. അതിനേക്കാൾ നല്ലതല്ലേ ഞങ്ങളുടെ മാർക്ക് പറയുന്നത്? മാർക്ക് പറയൂ. പറയട്ടെ മക്കളെ. കൃഷ്ണ നീ എവിടെയെന്ന് വിളിച്ചില്ലേ? കൃഷ്ണൻ ഇത് അവിടെ ഉണ്ട്. കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ യുഗേ സംഭവാമി യുഗേ. ഞാൻ ഇന്നും കൂടെ ഈ പിള്ളേരോട് പറഞ്ഞോളാം, ഗോൾഡൻ മൈക്ക് അവിടെ നിന്ന് ദ്രവിച്ചു പോകും. ഞാൻ ഇന്ന് നമ്മുടെ പ്രൊഡ്യൂസർ സതീഷിന്റെ അടുത്ത് പറഞ്ഞത് ഇത് ഇവിടെ ഒരു ഞെക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ലല്ലോ സതീഷ്. ഞങ്ങള് വന്നതിന്റെ ഐശ്വര്യമായിരിക്കും. ഞാൻ ചോദിച്ചോളൂ. അപ്പൊ ഗോൾഡൻ മൈക്ക് അടിച്ചിരിക്കുകയാണ് നമ്മുടെ മേബൂട്ടൻ. കൺഗ്രാറ്റുലേഷൻസ്, അടിപൊളി. കണ്ണൻ നിന്റെ വിളി കേട്ടിരിക്കുകയാണ്. അതെ, അപ്പൊ ഇനി ഗോൾഡൻ മൈക്ക് വേണ്ടേ? ഓടിപ്പോയി വാങ്ങിച്ചോ ചെല്ലേ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. കൺഗ്രാറ്റുലേഷൻസ് മെബിൻ. യുഗേ യുഗേ. കൗരവരിന്നും ചൂതിൽ ജയിപ്പൂ കൃഷ്ണ നീ എവിടെ സംഭവാമി യുഗേ. മെബു എന്തോ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഫസ്റ്റ് ഗോൾഡൻ മൈക്ക് അല്ലേ? എന്ത് തോന്നുന്നു പറയൂ. ഗോൾഡൻ മൈക്കിൽ പറയൂ എന്ത് തോന്നുന്നു. നല്ല സന്തോഷമുണ്ട്. പറ. പിന്നെ
കുറെ നാളുകൾക്ക് ശേഷമാണ് ഇവിടെ ഒരു ഗോൾഡൻ മൈക്ക് അടിക്കുന്നത്. അത് മാത്രല്ല ഈ എലിമിനേഷനിൽ നിന്നും മെബൂട്ടൻ സേഫ് ആയിരിക്കാണ്. ഒരു ഗോൾഡൻ മൈക്ക് 5 റൗണ്ട്സ് നീ സേഫ് ആടാ. അടിപൊളി. ഇനി ഒന്നും പാടിയില്ലാലും കുഴപ്പമില്ല മക്കളെ, ഔട്ടാവില്ല. അങ്ങനെ നമ്മൾ അങ്ങനത്തെ മോട്ടിവേഷൻ ഒന്നും കൊടുക്കണ്ട. ഇനി ഇങ്ങനെ തന്നെ പാടണം. അസാധ്യമാണ്. അല്ലെങ്കിലും മഞ്ജരി അവൻ വളരെ സിൻസിയർ ആണ്. അത് ഞാൻ നോക്കി കണ്ടതില് എനിക്ക് തോന്നി വളരെ സിൻസിയർ. ഇതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് ആലോചിക്കുന്നത്. ക്യൂട്ട് അല്ല ചേച്ചി, എല്ലാ പാട്ടും അടിപൊളിയായിട്ട് പാടും. എന്തെങ്കിലും ഇതുപോലെ ചെറുത് വരുത്തിയിട്ടായിരിക്കും ഗോൾഡൻ മൈക്ക് മിസ് ആവുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇതുപോലെ തന്നെ ബാക്കി റൗണ്ട്സ് ഒക്കെ പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇതും കൊണ്ടുപോകും. അത് മാത്രല്ല പാറു, എന്റെ തൊണ്ടയടഞ്ഞപ്പോ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവന്റെ അമ്മ ഇടിച്ച് പൊടി കൊണ്ട് തന്നു. അത് കഴിച്ചിട്ട് തുറന്നത് വരും. പൊക്കോ, വഴി പൊക്കോ, പറയണ കേട്ടോ വിചാരിച്ചു.